ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസ് ലാഭിക്കാനുള്ള കുറച്ച് ടിപ്സ്, എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യട്ടോ. ഫസ്റ്റ് ടിപ്പ് ഇതാ ഇതന്നെ. നമ്മൾ ഈ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുക. കുറച്ചധികം വേവുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ചെറുപയർ, വൻപയർ അങ്ങനത്തതൊക്കെ ആദ്യം ഒന്ന് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാരണ അങ്ങനെ ഉണ്ടാക്കലുണ്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട്. പക്ഷേ ഈ ചെറുപയർ അങ്ങനത്തതൊക്കെ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ വിസിൽ തന്നെ പരിപാടി തീർന്നു കിട്ടും. എളുപ്പം നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പച്ചക്കറികളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ സാമ്പാർ അങ്ങനത്തതൊന്നും അല്ലെങ്കിലും ബാക്കിയുള്ള ഉപ്പേരി അങ്ങനത്തെ സംഗതികളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം ഗ്യാസിന് ചിലവ് വരും. അതേപോലെ തന്നെ വേവിക്കുന്ന സാധനങ്ങൾ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ സാധനങ്ങളൊക്കെ. അതേപോലെ തന്നെ ഞാനടക്കം പലരും ചെയ്യുന്ന അബദ്ധമാണ് കേട്ടോ. പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടിയേക്കും. കൂട്ടിയേക്കാന്ന് പറയുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിവശം ഉണ്ടല്ലോ, ആ അടിവശത്തിലൂടെ കവിഞ്ഞ് വെറുതെ തീ അങ്ങനെ പോകും. അത് വെറുതെയാണ് പലരും പറയണത് ഞാൻ കേട്ടിരിക്കണം കേട്ടോ. അത് അത്രയും വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ് എന്നുള്ളത്. പിന്നെ ചോറ് പലർക്കും കുക്കറിൽ വെക്കാം, പക്ഷെ ഞാൻ ചോറ് കുക്കറിൽ വെക്കലില്ല റേഷനരി ആയതുകൊണ്ട്. ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് റേഷനരി ആയതുകൊണ്ട് ചിലത് പെട്ടെന്ന് വേവും. അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് റൈസ് കുക്കർ ഇറക്കി വെക്കും. ഇനിയിപ്പോൾ റൈസ് കുക്കർ ഇല്ലാത്ത പോലാണെങ്കിൽ ഗ്യാസുമ്മേ തന്നെ വെക്കണ പോലെ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഗ്യാസ് ലാഭിക്കാനുള്ള ടിപ്സാണല്ലോ നമ്മൾ പറയുന്നത്. ഒന്നോ രണ്ടോ തവണ തിളച്ചതിന് ശേഷം ഞാൻ വലിയ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് അതുപോലെ അവിടെ അതേപോലെ തന്നെ അടച്ചവിടെ വെക്കും കേട്ടോ. പിന്നെ ആ ഒരു ചൂടിൽ നിന്നിട്ട് നമ്മളെ ചോറ് വെന്ത് വരും. പിന്നെ നമ്മൾ കുക്കിങ്ങിന് ചുവട് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഗ്യാസും ലാഭിക്കാം. ചുവട് കട്ടിയുള്ള പാത്രങ്ങളാവുമ്പോൾ അതൊന്ന് ചൂടായി എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ സാധാരണ ഈ അലുമിനിയം പാത്രത്തിനെക്കാട്ടിലും ഇത്തിരി ചൂടാകാൻ സമയമെടുത്താലും ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ തീർക്കാം. ഈ ഉള്ളി വഴറ്റലൊക്കെ ഉണ്ടല്ലോ, എളുപ്പം പെട്ടെന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കി അപ്പോഴേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ അയൺ കടായി ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്ന മാതിരി തോന്നലുണ്ട് എനിക്ക് ഈ ചട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അതിലേറെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി 12 എന്ന് പറഞ്ഞാൽ നമ്മൾ കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആദായത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൂപ്പൺ കോഡ് ഞാനിവിടെ കൊടുക്കാം. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 1050 അങ്ങനെ എങ്ങനെയാണ്ടോ കേട്ടോ റേറ്റ്. പക്ഷേ ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് റേറ്റ് കുറച്ചും കൂടി ഒന്ന് കുറയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വാങ്ങേണ്ടവർക്ക് അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരേ സമയം നമുക്ക് ഒന്നിലധികം സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അടിയിൽ എന്തെങ്കിലുമൊക്കെ വേവിക്കുക, അതിൻ്റെ മുകളിൽ സ്റ്റീമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ലെയറായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഗ്യാസ് നമുക്ക് രണ്ടിനും പാടി ഒരൊറ്റ രീതിയിൽ ഗ്യാസ് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചെറിയ പാത്രത്തിന് ചെറിയ ബർണർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ ഗ്യാസ് ഓവറായിട്ട് നമ്മൾ കുറേ അങ്ങോട്ട് തുറന്ന് വെക്കുന്നത് നമുക്ക് താനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ ബർണറാകുമ്പോൾ കുറഞ്ഞ തീയല്ലേ വരുള്ളൂ. അപ്പോൾ ചെറിയ പാത്രങ്ങൾക്ക് ചെറിയ ബർണർ ഉപയോഗിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, പലർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ ഗ്യാസ് ഓഫാക്കുക എന്നുള്ളത്. പലപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളിൽ പെട്ടൊന്നാണ് കേട്ടോ അത്. ചിലപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് എന്തെങ്കിലും ചൂടാക്കാനൊക്കെ ഉള്ള വെള്ളം വെച്ച് അത് വരണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അധികം ഗ്യാസ് ചിലവാകുക ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. പലപ്പോഴും എൻ്റെ കെട്ടിയവൻ പറയും ഗ്യാസ് കഴിഞ്ഞാൽ വാങ്ങി തരൂല അങ്ങനെയൊക്കെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരങ്ങനെ ഭീഷണിപ്പെടുത്തുമെങ്കിലും ഗ്യാസ് കഴിഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ മൂപ്പർക്കാണ് കേട്ടോ ആശങ്ക. അങ്ങനെ മൂപ്പര് ഇനി പട്ടിണിയായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഗ്യാസ് വാങ്ങലൊക്കെ ഉണ്ട്.
പക്ഷേ എന്നാലും എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇടയ്ക്കെപ്പോഴെങ്കിലും അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കെയർ ചെയ്യാം. എല്ലാവർക്കും അതന്നെ ആവും മിക്കവാറും പറ്റുന്ന അബദ്ധങ്ങൾ. അപ്പോൾ അതൊന്ന് കെയർ ചെയ്താൽ തന്നെ നമുക്ക് ഗ്യാസ് നല്ല പോലെ ലാഭിക്കാൻ പറ്റും. എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഗ്യാസ് അങ്ങനെയാണ് പോയി തീരല് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഡക്ഷന് അതേപോലെ തന്നെ കെറ്റില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ഗ്യാസുമ്മലാക്കാതെ കുറച്ചൊക്കെ അതുമില്ലെങ്കിൽ ചെയ്താൽ നമുക്ക് ഗ്യാസൊക്കെ കുറച്ചൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ബർണർ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ബർണർ ക്ലീൻ ചെയ്യലേ ഇല്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അബദ്ധമാണ്. അത് ഈ ബർണറിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ല പോലെ ക്ലീൻ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഹോളും കൂടി നല്ല രീതിയിൽ ഗ്യാസ് വന്നിട്ട് നമ്മളെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വരാതെ ഗ്യാസ് അതിലും ഇതിലും അപ്പുറത്തും ഇപ്പുറത്തും കൂടെയൊക്കെ പോയി തീരുള്ളൂ. അപ്പം ഈ പറഞ്ഞ സാധനം എൻ്റെ വിചാരം ഇത് ഈ ബർണർ കഴുകാൻ പറ്റൂല എന്നൊക്കെയാണ് കേട്ടോ ആദ്യം. പക്ഷെ അതിൻ്റെ ഹോളുകളൊക്കെ പലതും അടഞ്ഞ് അടഞ്ഞ് ശരിക്ക് അതിൽക്കൂടെ തീ വരില്ല, അപ്പുറത്തു കൂടെയൊക്കെ തീ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാനത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം അത് ക്ലീൻ ചെയ്യാത്തവര് ഈ വെച്ച സാധനം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ബർണർ എന്ന് പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഗ്യാസിന് ഇടയ്ക്ക് സ്മെല്ല്, ഈ ഒരു വയറ് അവിടെ ഇവിടെയൊക്കെ ലൂസായാലേ അല്ലെങ്കിൽ കുറ്റിൻ്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു അടുപ്പിന് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്ത് വയറ് ചിലപ്പോൾ ലൂസായാൽ അത് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റേ ആ വയറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ഗ്യാസ് കുറച്ചൊക്കെ ഒന്ന് കരുതി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്യാസ് കുറച്ചൊന്ന് ലാഭിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ. ഇനി ഈ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഇതെല്ലാം പരീക്ഷിക്കണ പോലെ ഈ കാരണം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ചിലപ്പോൾ കുറച്ചുകൂടി അറിവ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഈ പറയാത്ത എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളെ ഫാമിലീൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.